ഹായ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കാതൽ സുധിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് കോഴിക്കോട് ബാലുശ്ശേരിയിലാണുള്ളത്. പുതിയകാവ് ശ്രീ പരദേവതാ ക്ഷേത്രത്തിൽ സുധി തൊഴാനായി പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി തിരുവോണ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. പക്ഷേ കുറേ അറിയോ? കുറച്ചേരെ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. ഇവിടുത്തെ നമ്മുടെ ഭാരവാഹികളുണ്ട്, എല്ലാം ഉണ്ട്, ബന്ധക്കാരുണ്ട്. ഇത് കുടുംബക്ഷേത്രം. കുടുംബക്ഷേത്രം മാത്രമല്ല, ഞാൻ എൻ്റെ ആദ്യമേ നാടകം ചെയ്യുന്നത് ഇതാ ഇവിടെ താഴെയാണ്. 6ാം ക്ലാസ്സിൽ 6ാം വയസ്സിൽ നമ്മളെ വളർച്ചയിൽ എന്തായിരുന്നു റോള്? അതൊരു അച്ഛൻ്റെ അമ്മ ദാരിദ്ര്യം പിടിച്ച അച്ഛൻ്റെ അമ്മ മകനായിട്ട് വിശപ്പൊക്കെ ദാരിദ്ര്യമൊക്കെ സഹിക്കുന്ന സമയം വൈകുന്ന നാടകത്തിൻ്റെ സമയം വൈകി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആരൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഒരു കുടുംബക്കാരനാണ്, ഒരു അമ്മയുടെ കസിനാണ്. ഇത് ബാലകൃഷ്ണയുടെ ബന്ധുവാണ്, അയൽവാസിയാണ്. ശശിയേട്ടൻ, ഇവരൊക്കെ ഇത് അമ്പല ഭാരവാഹികൾ കൂടിയാണ്. കൂടുതൽ അച്ഛനായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക്. അച്ഛൻ ഈ അമ്പല കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പം എന്താണ് തിരുവോണമായിട്ട് നമ്മുടെ പരിപാടി? തിരുവോണമായിട്ട് വീട്ടിൽ പോകണം, വീട്ടിൽ വെയിറ്റ് ചെയ്യണം. പൂക്കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പൂക്കളൊക്കെ ഇട്ട് സുധിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഇറങ്ങാനല്ലേ? ഓക്കെ, ശരി, ഓക്കെ. ഈ തിരുവോണമായിട്ട് ഇപ്പോൾ ഓണപ്പടമൊക്കെ കിട്ടി, എന്താ പരിപാടി? എന്തായിരുന്നു അത്? ഇവിടെ അയൽപക്കത്തുള്ളൊരു ഇതിൻ്റെ അവരെ സംഘത്തിൻ്റെ ഒരു ആയിട്ടുള്ള എന്താ ജനശ്രീ എന്ന് പറഞ്ഞാൽ അച്ഛൻ ജനശ്രീയിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക ഓണ സമ്മാനം. അത് എല്ലാ ഓണത്തിനും വിഷ്ണു ഒരു അച്ഛനെ വന്ന് കാണാം. ഇത്തവണ എനിക്ക് ഈ ഇത് പുരസ്കാരം നിറവിലാന്ന് തോന്നുന്നു. എനിക്ക് പുരസ്കാര നിറവിൽ ഒരു അഡീഷണൽ ബോണസായിട്ട് വന്നു. ഈ പുരസ്കാരത്തിന് അന്ന് നമ്മൾ സംസാരിച്ചു, അതിന് ശേഷം പിന്നെയാണ് ഇപ്പോഴാണ് കാണുന്നത്. മമ്മൂക്ക പിന്നെ നേരിട്ട് കണ്ടു. പിറ്റേ ദിവസം മമ്മൂക്കയെ കാണാൻ പറ്റും. എന്തായിരുന്നു അനുഭവം? നല്ല അനുഭവമായിരുന്നു. മമ്മൂക്ക ഹാപ്പിയാണ്. എന്നാ മമ്മൂട്ടി കമ്പനിയുടെ 2ാമത്തെ തവണയല്ല മമ്മൂട്ടി കമ്പനിയുടെ മികച്ച ചിത്രമായിട്ട് വരുന്നത്. കഴിഞ്ഞ തവണ നൻപകൽ നേരത്തെ മയക്കും, ഈ തവണ കാതലും. ഒരുപാട് പറഞ്ഞാണ്, എന്നാലും പറയാതിരിക്കാനാവില്ല. ഈ മമ്മൂക്ക അന്ന് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജിയോയ്ക്ക് മുമ്പേ അറിയാം, അതിന് മുൻപത്തെ പടത്തിലുണ്ടായിരുന്നു. ജിയോ ആയിട്ട് ഒരുപാട് കാലമായിട്ടുള്ള സൗഹൃദമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കീ റോൾ തരുന്ന സമയത്ത് മമ്മൂക്കായുടെ ഒരു സമ്മതം എന്ന് പറയുന്നത് അതൊരു ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. ജിയോ സംസാരിക്കുന്നുണ്ടാവുമല്ലോ. എന്നോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. മമ്മൂക്ക ഒന്ന് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് മമ്മൂക്ക. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയൊരു ആശങ്ക എൻ്റെ അടുത്തുണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ കുറച്ച് പടങ്ങൾ പോയിട്ടുണ്ട് മുന്നേ. മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ ചെയ്ത് ഇഷ്ടപ്പെടണമല്ലോ എന്തായാലും. അപ്പോഴും എനിക്കിത് ഓപ്പോസിറ്റ് അങ്ങനെയുള്ള വേഷമാണോന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. മമ്മൂക്ക ടെൻഷൻ ഇത് ഓക്കെ ആയിരിക്കും ചേട്ടാ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് കൊടുത്തത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സിനിമ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമ കഴിഞ്ഞതിന് ശേഷം, സിനിമ ഏകദേശം തിയേറ്ററിൽ എത്തിയതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം ജിയനോട് കൂടുതൽ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇതിൻ്റെ പുറകെ ഈ റോൾ ഫിക്സ് ചെയ്യുന്നതിൽ. അപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നല്ല വേഷമാണെന്ന് മനസ്സിലാവുന്നതും. ഓക്കെ. അപ്പോൾ തന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതൊരു ഹൈഡ് ചെയ്തു വെച്ച ഒരു സംഭവമാണല്ലോ. അപ്പം മനസ്സിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് സിനിമ വരുന്നത്. ഈ ഒരു കാലയളവ് സത്യത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലെ രാകേഷിൻ്റെ ആയിട്ട് പേഴ്സണൽ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ രാകേഷിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തോന്നുന്നു വലിയൊരു സംഭവം ഉണ്ടോ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല. നമ്മളതിൻ്റെ നാടക സംഭവത്തെ കണ്ടു. അപ്പം അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എത്ര ഞാൻ ഈ മാസം ഇറങ്ങും അല്ലെങ്കിൽ അടുത്ത മാസം ഇറങ്ങും എന്നുള്ള സംഭവം ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയല്ലോ. നോക്കുമ്പം ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശേഷം ഷൂട്ട് ചെയ്ത പടമാണ് കണ്ട് സ്കോഡ്, അത് ഇറങ്ങി. അപ്പോൾ പോലും ഞാനതിങ്ങനെ ജിയോൻ്റെ അടുത്ത് ചോദിക്കും, ജിയോയ്ക്കും മറുപടി ജിയോ ഫോൺ എടുക്കില്ല. ആരോട് ചോദിച്ചാൽ കിട്ടും, ആരോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിരുന്നു ആ കാത്തിരിപ്പ്, ഭയങ്കരമായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം. ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് സിനിമകൾ, എത്ര സമയത്തിന് ശേഷം കാത്തു കിട്ടിയ ഒരു ബ്രേക്ക് എന്ന് തന്നെ പറയാം.
ഒപ്പം തന്നെ ഈ അതിനകത്ത് എനിക്ക് തോന്നിയത് മമ്മൂക്ക തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര വൈറലായ ഒരു ഫോട്ടോയാണ്. ചോദിച്ചു വാങ്ങിയിരുന്ന അനുഗ്രഹം എന്തായിരുന്നു? ചുമരിലുണ്ട് ഇവിടുത്തെ, ഈ വീട്ടിലെ ചുമരിൽ ഞാൻ തൂക്കി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം, ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു? നിമിഷം ഭയങ്കര അത് ആ നിമിഷം പകർത്തുക എന്നുള്ളതാണല്ലോ. കാരണം ആ നിമിഷം നമുക്ക് ഏറ്റവും ഭയങ്കര വിലമതിക്കാനാവത്താണ്. ആ നിമിഷം പകർത്തപ്പെട്ടത് അതിലും കൂടുതൽ. അതിൽ നന്ദി ഞാൻ ഇപ്പോഴും അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ലബിസൻ ചേട്ടൻ ആണ്. പുള്ളി ആ കറക്റ്റ് ടൈമിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ 3 ഘട്ടങ്ങളുണ്ട് അതിലോട്ട് പോകുന്നത്. എങ്ങനെയായിരുന്നു മമ്മൂക്കായിട്ട് ഏതെങ്കിലും അഭിനയ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അങ്ങനെ ഒരു മൊമെന്റ്? അല്ല, മമ്മൂക്കയുടെ ഷൂട്ട് കഴിഞ്ഞു, മമ്മൂക്ക പോകാൻ നിൽക്കുകയാണ്. അതിനുശേഷം മമ്മൂക്കയുടെ ബിരിയാണി ഉണ്ടാവുമല്ലോ സെറ്റിൽ, അന്ന് ആ ബിരിയാണി തരുന്ന ദിവസം ഫോട്ടോ എടുപ്പും ബിരിയാണി ഇതായിരുന്നു അന്ന്. അപ്പം അല്ല, ബിരിയാണി അന്നല്ല, സോറി, അന്ന് ബിരിയാണി ഉണ്ട്. പക്ഷേ അന്ന് ജ്യോതിക മാം തിരിച്ചു തരുന്ന ബിരിയാണി, മമ്മൂക്കയുടെ ബിരിയാണി അതിൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂക്ക പോവുകയും ചെയ്യാം, അതോടുകൂടി പോർഷൻ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഫോട്ടോ എടുപ്പായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ സ്പെഷ്യലായിട്ടും ചോദിക്കണമെന്ന് തോന്നി, അങ്ങനെ ചോദിച്ചു. അനുഗ്രഹം. ഒപ്പം തന്നെ ഈ മമ്മൂക്ക ആ സിനിമയുടെ പാക്കപ്പാന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ വൈറലായിട്ടുള്ളത്. കാര്യം അതിനകത്തും സുധീരൻ അഭിനയിക്കുന്നുണ്ടെന്ന് ആരോടും വ്യക്തിപരമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളോടല്ലാതെ ആരോടും അങ്ങനെയൊന്നും പറയുന്നില്ല, ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്. പക്ഷെ ആ പാക്കപ്പിനകത്ത് സുധി എവിടെ അല്ല, അത് സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് ഓൺ ആണ്. സുധി എവിടെ എന്ന് ചോദിച്ച് തെരഞ്ഞു വന്ന്, പേരെടുത്തിട്ടല്ല, തെരഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഏറ്റവും തൊട്ടടുത്ത്. അപ്പോഴാണ് സത്യത്തിൽ ചില ആളുകൾക്ക് അതെന്താണ് പുള്ളിയെ എന്നുള്ളത് ആരും ചോദിച്ചിരുന്ന വ്യക്തിപരമായിട്ട് എന്താണ്. അല്ല, എനിക്ക് അതിൻ്റെ 2 ദിവസം മുന്നേ ഒരു അസോസിയേറ്റിനോട് പറഞ്ഞു, സുധിയേട്ടാ നിങ്ങളെ 3 പേരുടെ ജീവിതമാണ് സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ തലേദിവസം ഞാനും ജിയോ പിന്നെ കോ ഡയറക്ടർ ആക്കിലൂടി ഡക്കാത്തലിൽ സാധനം എടുക്കാൻ പോവുക, സ്വിച്ച് കൊണ്ട് തലേദിവസം. അപ്പോഴാണ് ജിയോ എന്നോട് പറയുന്നത്, അവൻ്റെ ഇന്നോവലിരുന്ന് പറയുകയാണ്, ചേട്ടാ ഇതിൽ ചേട്ടൻ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, അപ്പം അത് നമ്മൾ കാര്യമൊന്നും അവിടെ റിവീൽ ചെയ്യുന്നില്ല, അത് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്തൊക്കെയാണ്. ഈ പടം ഇറങ്ങലും അഗ്രസീവ് പ്രൊമോഷൻ ആയിരിക്കും ചേട്ടനെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യും, ഓക്കെ, ഞാൻ എവിടേക്കും ഇല്ല, എനിക്ക് ഈ വേഷം ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. സ്വിച്ച് കൊണ്ട് തന്നു. അതിന് മുന്നേ കുറേ പേരൊക്കെ സംസാരിച്ചു. മമ്മൂക്ക വന്നതോടുകൂടി ഞാൻ മാറി നിന്നു. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഞാൻ വന്ന് കുടുങ്ങണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നതാണ്. അതിന് മുന്നേ മമ്മൂക്ക വിളിച്ചെടുത്ത് നിൽപ്പിക്കുന്ന വേറൊരു സംഭവമുണ്ട്, അത് സ്റ്റിൽ ഫോട്ടോസേ വന്നിട്ടുള്ളൂ. അത് അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തല്ലോ, ശേഷം 2ാമത്തെ തവണയാണ് സ്റ്റേജിലോട്ട് കയറിയിട്ട് മൊത്തം ഒരു ചെയ്യുന്നത്. അപ്പോൾ ക്രൂവിനെ വിളിക്കുന്നത്, ആ സമയത്തും ഞാൻ പുറകോട്ട് മാറിയിരുന്നു. ആ വിളിക്കാനാണ് വീഡിയോ വൈറലായത്. അപ്പോൾ ഒരു ചായ പിടിച്ചല്ലോ. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് ഉണ്ട്, ഇതും സുധിയാണ്. സുധി ഭവിതേ ചായ എടുത്തോ? കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. നാടകം ഇടക്കാലത്ത് അവൻ പ്രവാസി ജീവിതമായിട്ട് പോയി. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് ഇതായത്. ഇപ്പം തിരിച്ച് നാട്ടിലുണ്ട്. ഇപ്പം സജീവമായിട്ട് പിന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ തന്നെയുള്ള നാടകങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചായ കുടിക്കുക. വൈഫിനൊന്ന് പരിചയപ്പെടുത്താം. എന്നെ സഹിക്കുന്ന വെള്ളം. പേരെങ്ങനെയായിരുന്നു? എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഈ നാടകത്തിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നേരം വൈകും. ഈ പറഞ്ഞ പോലെ സർക്കാർ സർവീസിൽ കുറേ ലീവ് എടുത്തുകൊണ്ടാണ് നാടകാഭിനയം. വീട്ടിലെങ്ങനെയാണ് ഈ ഒരു സിനിമ? വീട്ടിൽ വളരെ കുറവാണ്. ഈ നാടകത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നൊക്കെ വിചാരിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ലല്ലേ? അവളെ അത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, ഇത് പിന്നെ കഠിനാധ്വാനാണ്. അല്ല, ഞാൻ നാടകം ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ചിലപ്പോൾ അറിയാമല്ലോ, രാകേഷിനൊക്കെ നാടകം ചെയ്തപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയം സ്വന്തമായിട്ട് ആ സമയത്ത് ചിലപ്പോൾ ഇവള് ആ മൂഡ് അറിയാതെ വന്ന് ഇതാകും. അപ്പോഴേക്ക് ഞാൻ ചൂടാവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഇതുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആൾക്കറിയാം ആ സമയത്ത് പോയാൽ ശരിയാവില്ല, എല്ലാം വന്നിട്ട് ചെറിയതായിട്ടൊക്കെ കാര്യമാകുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം ഒരുപാട് വയലൻസ് ഉള്ള ക്യാരക്ടറൊക്കെ നാടകത്തിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ക്യാരക്ടർ ഇപ്പോൾ സുധീരനെ അറിയാത്ത ആളുകൾ, ഇപ്പം എന്നെ അറിയുന്ന ആളുകൾ, അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നോ?
പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ മുമ്പ് അങ്ങനെ ചെയ്തതൊന്നും അത്ര ശ്രദ്ധ ഞാൻ വൈബ്രന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്ത് ലൗഡായിട്ടുള്ള ലൗഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യും എന്ന് സുധിയേട്ടൻ വിചാരിച്ചിരുന്നോ കാതിൽ കണ്ട സമയത്തെ? അങ്ങനെയൊന്നും എൻ്റെ ആക്ടിങ് തന്നെ ഒന്ന് ഫോളോ ചെയ്യുന്ന അവർക്ക് ഹോംലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതാവണം. അതാരെങ്കിലും പറഞ്ഞോ? ഞാൻ ഈ പറഞ്ഞ പോലെ അതാരെങ്കിലും പറഞ്ഞോ? അല്ല, അത് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ വൈബ്രന്റ് ആൻഡ് കുറെ കോമഡി ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ചെയ്യുന്നു ഈ ഒരു ടോണിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സിനിമയുടെ കാര്യം അങ്ങനെയല്ല, നമ്മൾ ഏത് ക്യാരക്ടർ ചെയ്താലും ആ സാധനങ്ങളെ പോവുള്ളൂ. എനിക്ക് കോമഡി ചെയ്യാം, അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഏതോ നാടകക്കാരൻ കണ്ടിട്ട് മനസ്സിലായിട്ട് വേണ്ടി വരും എനിക്ക് സത്യമാണ്. ഞാനും ശ്രുതിയുടെ മഴ നാടകം ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി സിനിമയായത്. അതിലും ഇത് ഞങ്ങൾ രണ്ടുപേരും നല്ല തുറന്ന ക്യാരക്ടേഴ്സ് അപ്ലൈ അറിയാലോ, അപ്ലൈ ചെയ്ത് നമ്മൾ അതേപോലെയാണ് നമ്മുടെ ആരോരാൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തളർന്ന് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. നമ്മളെ കുത്തിക്കൊല്ലുന്ന സീക്വൻസ് ആണ് ഇതിലും. മഴയിലും സെയിം കുത്തിക്കൊല്ലുന്ന വയലൻസ് ഉള്ള ഒരു സീക്വൻസ് ആയിരുന്നു. അത് അങ്ങനെ സിനിമാക്കാർക്ക് പരിചിതമല്ല, അത്ര ലൗഡ് പരിചിതമായിട്ടില്ല. വരും വിചാരിക്കും. തിരുവോണമായിട്ട് ഇനിയിപ്പം ഉച്ചയ്ക്ക് ബന്ധുക്കൾ വരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഇപ്പം കുറച്ച് പേരൊക്കെ വന്നു. പിന്നെ ഇന്ന് അങ്ങോട്ട് വൈഫ് ഹൗസിലാണ്, അവിടെയാണ് ഊണ്, അവിടെയാണ്. ധൻവിൻ 1ാം ക്ലാസ് പഠിക്കുന്നു, ദേവാങ്ക 9th. ഇവർ സിനിമ കാണാറുണ്ടോ? സിനിമയിൽ ആർക്കാണ് ഇഷ്ടം? പിന്നെ ഞങ്ങൾ ഇന്നലെ ARM കണ്ടു. ടൊവിനോ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ടൊവിനോ ഞാൻ ഇപ്പോൾ ടൊവിനോയുടെ കൂടെ ഒരു പടം ചെയ്തു. എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ അന്ന് കണ്ടിരുന്നു പുള്ളിയുടെ അടുത്ത് നിന്ന്. അപ്പം ഞാൻ ഇന്നലെ പോയി. ഇന്നലെ ഞാൻ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൽ മണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഏറ്റവും ഭയങ്കര ടൊവിനോ. പക്ഷേ ഇവന് അജിയൻ എന്ന് പറഞ്ഞ അതിലെ അഭിനയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതാണ് ഭയങ്കര വ്യാകരണം. പിന്നെ ഭയങ്കര താല്പര്യം എൻ്റെ കൂടെ ഇപ്പോൾ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റീൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജിയോ ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയ്ക്ക് ടൊവിനോക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ ജിയോ ബേബി ഇപ്പോൾ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയോ ബേബി ഇനിയിപ്പോൾ മകനെയും സിനിമയിലേക്ക് എടുത്ത് അല്ലേ? ധന്യന് ഇഷ്ടമാണ് അഭിനയിക്കാൻ. അടിപൊളി. ഈ നരിവേട്ടയാണ് ഇപ്പോൾ പുതുതായിട്ട് ചെയ്തു നിൽക്കുന്നത്. എന്താണ് നരിവേട്ടയെക്കുറിച്ച് കൂടുതലായിട്ട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നാലും? അല്ല, എനിക്കത് വലിയൊരു ക്യാൻവാസിലെ പടമാണ്. ഇഷ്കിൻ്റെ ഡയറക്ടർ അനുരാജ് മനോഹർ, ഇഷ്കിൽ തന്നെ തെളിയിച്ചാണല്ലോ. പിന്നെ അബിൻ ജോസഫ് കല്ലിശ്ശേരി തീസിസ് എന്ന് പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി യുവകലാ പുരസ്കാരം കിട്ടിയ പുള്ളി ആദ്യമായിട്ട് സിനിമയിലോട്ട് വരുന്ന ഇതാണ്. ചേരൻ മലയാളത്തിൽ ആദ്യമായിട്ട് എത്തുന്നു. ടൊവിനോ, ചേരൻ, സുരാജ് വെഞ്ഞാറുമുണ്ട്, സുരാജ് ഏട്ടൻ. വലിയൊരു ക്യാൻവാസിൽ വരുന്നൊരു പടമാണ്. അതിൻ്റെ ഒരു കുറച്ച് പോർഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. എൻ്റെ പോർഷൻസ് കഴിഞ്ഞു ആക്ച്വലി. ഇനി വയനാട് പോർഷനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം ഏത് സമയത്തായിരിക്കും ഒരു റിലീസ്? അതറിയില്ല. അതിൻ്റെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാം. പുതിയ ഡിസ്കഷൻസ് എന്തെങ്കിലും നടക്കുന്നുണ്ട്? എന്താണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട്? ഉണ്ട്. അതിങ്ങനെ ഓരോ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പിന്നെ പ്രൊജക്റ്റ് ഓണായിട്ട് വരണം. അത് കുറച്ച് കൂടെ എനിക്ക് ഈ ക്യാരക്ടറിന് ഫ്ലേവർ മാറ്റിയിട്ടുണ്ട് ചെയ്യാൻ. ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒരു സംസാരിക്കുന്നുണ്ട്. വീണ് കിട്ടണമല്ലോ അവസരങ്ങൾ. അതായത് കാതലിൽ നമ്മളെ സ്റ്റിക്ക് ഓൺ ചെയ്തെടുത്തൊന്ന് മാറ്റണം. ഇപ്പം ലിസ്റ്റ് നരിവേട്ടയിൽ ലുക്ക് വൈസിൽ അങ്ങനെയാണ് വന്നത്. ബട്ട് അതിൽ സ്ലാങ് വൈസിൽ ആലപ്പുഴയായിരുന്നു. അപ്പം കോട്ടയമായിരുന്നു മറ്റേതിൽ. സാധാരണ കോഴിക്കോട്ടുകാർ എപ്പോഴും കോഴിക്കോടൻ ഭാഷയിലോട്ട് ഒതുങ്ങി പോകുന്നൊരു സംഭവമാണ്. ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. ആലപ്പുഴ സ്ലാങ് ആയിരുന്നു സംസാരിക്കാൻ പറ്റിയെന്നല്ലേ എനിക്ക് തോന്നുന്നു. നോക്കാം ബാക്കി സിനിമ കാണുന്നവർക്ക്. ഈ സ്ലാങ് ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മലബാറുകാരെ കുറിച്ച് എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ മലബാറിൽ നിന്നുള്ള നടന്മാരെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ലാങ് അവർക്കത് മാത്രമേ ഫിറ്റ് ആകുകയുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. അതല്ലാതെയും പറ്റുന്ന ഇതൊരു പ്രാക്ടീസാണ്. ഞാനിതിൻ്റെ ഇടയിൽ മുന്നേ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നന്ദനം എന്നുള്ള ഫ്ലവേഴ്സിൽ അതിൽ ഞാൻ തന്നെയായിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഈ കോഴിക്കോട് സ്ലാങ് കയറി വരുമ്പോൾ അവർ പറയും ചേട്ടാ അത് കട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ ഞാൻ അതിൽ കോഴിക്കോട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കാതലിലോട്ട് വരുമ്പം സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പൂർണ്ണമായി എത്തിയെന്നല്ല, എങ്കിൽ പോലും കോഴിക്കോട് വിട്ടിറങ്ങാൻ സാധിച്ചു എന്ന് തോന്നുന്നു.
ഈ പുരസ്കാരത്തിന് ശേഷമുള്ള എങ്ങനെയുണ്ട് ഒരു പൊതുവേ ഈ പുരസ്കാരം തരുന്ന 2 ഉത്തരവാദിത്തമാണ്. ഒന്ന് അത്തരത്തിലുള്ള സിനിമകളിലേക്ക് ചുരുക്കപ്പെടുക എന്നുള്ള ഒരു സംഭവമുണ്ട് ചിലപ്പോൾ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ നമ്മളെ തേടിയെത്തുന്നതിലുള്ള ഒരു സാധ്യത കുറവ്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? അതല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്? എന്താണ് പുരസ്കാരമാണോ? പുരസ്കാരത്തിൻ്റെ കാര്യം ആഫ്റ്റർ എഫക്ട്സ് അറിയാൻ പോകുന്നുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പുരസ്കാരത്തിന് മുന്നെയാണ് നരിവേട്ടയിലിട്ട് വിളിച്ചത്. അനുരാജ് മനോഹർ ആണ് ഞാൻ പറയുന്നത്. പുള്ളി എന്നെ നേരത്തെ അറിയുന്ന ആൾക്കാരാണ്. ബാക്കി അറിയില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന്. പക്ഷെ ഞാനങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ എത്ര സിനിമകൾ ഇപ്പം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടാകും? ഇപ്പം 47 പടമായി. 47 പടത്തിൽ നമ്മൾ കാതലാണ് നമ്മുടെ ബ്രേക്ക്. അത് 43-ാമത്തായിരുന്നു കാതൽ. അതിനുശേഷം 4 പടം. 4 പടം വെബ് സീരീസ് അടക്കമാണ് ഞാൻ പറയുന്നത്. സ്ക്രീൻ ഒരു വെബ് സീരീസ് ഉണ്ടല്ലോ അല്ലേ? അത് റോസ്ലി എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തത് ഒരു ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാണ്ട് റോസ്ലിൻ. അതിപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ്? അത് ജിത്തു ജോസഫ് ഷോ ഡയറക്ടറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു മിസ്റ്റീരി ത്രില്ലർ. മീനശേഷിയും വിനീതേട്ടനും മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഹക്കീം ഷാ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം സർക്കാർ സർവീസിൽ നിന്ന് നമ്മൾ പലപ്പോഴും അവധിയെടുത്താണ് കലാപ്രവർത്തനങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു പുരസ്കാരത്തിന് ശേഷമുള്ള പൊതുവെയുള്ള മാറ്റം? പുരസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുപരിപാടികൾ കൂടിയെന്ന് പറയാം. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഉപകാരം സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഒരു സന്തോഷമുണ്ടായി. സാറ് തന്നെ ആ സിനിമ കണ്ട് സാറ് അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് നന്നായി സംസാരിച്ചു. സാറ് അങ്ങനെ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പം ഒരു സിനിമ സാറ് കാണാതിരിക്കാറില്ല. അപ്പം അത് സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പം പൊതുപരിപാടികൾ ഇങ്ങനെ കൂടുന്നു. ഇത് അച്ഛൻ വൈഫിനെ പരിചയപ്പെട്ടു. മോൻ്റെ സുഹൃത്താണ്, ബന്ധു കൂടിയാണ്. അത് വൈഫിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് തിരുവോണദിനത്തിൽ അങ്ങോട്ട് പോവുക. ഊണൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അവിടെ അല്ല, ഊണം അവിടെയാണ്. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ഇത്രയും സമയം ചിലവഴിച്ചതിൽ സന്തോഷമുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ ഇനിയും കിട്ടട്ടെ. വീണ്ടും നമുക്ക് ഇതേപോലെ ചാനലിന് ഒരുപാട് നന്ദി. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു.